ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സന്ദീപ് ശശിധരൻ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. തന്റെ സർക്കാർ ധീരവും വികസനോന്മുഖവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. UPA ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദുർബലമായ അവസ്ഥയിലായിരുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെയും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷ പാർട്ടികൾ വാക്കൌട്ട് നടത്തി. പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികൾ നിരാകരിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം സഭ അംഗീകരിച്ചു. 4 ദിവസത്തെ സാംസ്കാരിക മഹോത്സവം വിവിധത കാ അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക സമ്പന്നത ദൃശ്യമാകും. പരമ്പരാഗത കരകൌശല വസ്തുക്കൾ, കൈത്തറി, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുക, മേഖലയുടെ വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള ചാലകശക്തിയായി വർത്തിക്കുക എന്നതാണ് ഉത്സവം ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുള്ള പോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നടത്തുന്ന സവിശേഷമായ സമരം ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുകയെന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും നാളെ ഡൽഹിയിൽ നടത്തുന്ന സമരം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനുള്ള പ്രഹസനമാണിതെന്നും സംസ്ഥാന ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രചരണത്തിനായി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾക്കായി വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം പരിശോധന നടത്തി. കൊച്ചിയിലെ CMRLന്റെ ആസ്ഥാനത്തും സംഘം പരിശോധന നടത്തിയിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ 1056 പുസ്തകങ്ങൾ പ്രകാശനത്തിന് തയ്യാറായി. വെള്ളിയാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശന കർമ്മം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ജില്ലയിലെ 1056 സ്കൂളുകളിലെ 50,000-ഓളം കുട്ടികൾ അവരുടെ സർഗ്ഗവൈഭവം പൂർണ്ണമായും പുറത്തെടുത്ത് തയ്യാറാക്കിയതാണ് പുസ്തകങ്ങൾ. വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും പുതുതലമുറയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച എന്റെ പുസ്തകം എന്റെ വിദ്യാലയം പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പാക്കിയത്. കുട്ടികൾ തന്നെ എഴുതിയും വരച്ചും നിറങ്ങൾ പകർന്നും ഒരുക്കിയിരിക്കുന്ന പുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി കഴിഞ്ഞു. പുസ്തകത്തിന്റെ എഡിറ്ററും പ്രസാധകരുമെല്ലാം കുട്ടികളാണ്. കയ്യെഴുത്തുപ്രതികൾ, കഥകൾ, കവിതകൾ, ചെറുനാടകങ്ങൾ തുടങ്ങി വൈവിധ്യമേറെയുള്ളവയാണ് പുസ്തകങ്ങളെല്ലാം. 1056 പുസ്തകങ്ങൾ ഒരുമിച്ച് ഒരു വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. ജീവനക്കാരുടെ 27 മണിക്കൂർ പണിമുടക്കിനെ തുടർന്ന് ജർമ്മനിയുടെ ദേശീയ വിമാന കമ്പനിയായ ലുഫ്താൻസയുടെ 900-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കി. ലക്ഷക്കണക്കിന് യാത്രക്കാർ ഇതുമൂലം ദുരിതത്തിലായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ മാസം 17-ന് റൌസ് അവന്യൂ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി സമൻസ് അയച്ചു. ഡൽഹി മദ്യ എക്സൈസ് നയക്കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസ് പാലിക്കാത്തതിനാൽ ED സമർപ്പിച്ച പരാതിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2ാം സെമി ഫൈനലിൽ നാളെ ഓസ്ട്രേലിയ-പാകിസ്ഥാൻ പോരാട്ടം. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.